ആംബിയർ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫുൾ ആംബിയർ കൺസ്യൂം ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒന്നുകിൽ ഈ മദർ ബോർഡിൽ ഏതോ ഒരു മെയിൻ വോൾട്ടേജ്, അതായത് പ്രൈമറി ലൈനത്തെ ഒരു വോൾട്ടേജ് കംപ്ലീറ്റ്ലി ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാതെ എന്തോ ആവാം, ചിലപ്പോൾ കപ്പാസിറ്റർ ആവാം, അല്ലെങ്കിൽ ചിപ്പുകളാവാം, എന്തോ ആവാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇതിൻ്റെ മേലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുക. നമ്മളിതിൻ്റെ അപ്പർ ബോർഡ് എന്ത് ചെയ്തു, റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതേപോലെ ഇതിന് കണക്ട് ചെയ്തപ്പോൾ അതിലുള്ള ആംബിയർ വളരെ നോർമലാണ്. അപ്പർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏത് ലൈനും ആവാം ഷോർട്ട് സർക്യൂട്ട്. നമ്മുടെ കയ്യിൽ ഷോർട്ട് സർക്യൂട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വരുന്നത് ഏകദേശം BBPMUവിൻ്റെ മെയിൻ ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ടുള്ള ഒരു ലൈനാണ് ഷോർട്ട് സർക്യൂട്ട് ഉള്ളത്. അവിടുത്തെ റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. മൾട്ടിമീറ്റർ നമ്മളൊരു ഷോർട്ട് സർക്യൂട്ട് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന റീഡിങ് 000. സാധാരണ രീതിയിൽ എത്രയാണോ നോർമൽ വാല്യൂ, ആ വാല്യൂവിനെക്കാട്ടിലും വളരെ കുറഞ്ഞൊരു റീഡിംഗ് ആണ് ഒരു ഷോർട്ട് സർക്യൂട്ടോ ലീക്കേജോ വരുമ്പോൾ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്തു, ഇതിൽ ഒരു കപ്പാസിറ്റർ ആയിരുന്നു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിരുന്നു.